സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട 10 സൈക്കോളജി ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കവർ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിനനുസരിച്ച് അതൊക്കെ കവർ ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ട, അത് ഒഴിവാക്കണ്ട, മിസ് ചെയ്യേണ്ട. ഓക്കെ, ഒരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ സമയത്തിനനുസരിച്ച് നോക്കുക. പ്ലേ ലിസ്റ്റിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ്. കാറ്റഗറി 3 വന്നിട്ടുള്ളായിരുന്നു. പക്ഷേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്നത് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഉള്ളത്. റെഡി? അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം വളരെ പെട്ടെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈല സോ ഹർ ഹസ്ബൻഡ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മൂവി തിയേറ്റർ. Later, she accused him of going for movie without her. The assumption Layla made about her husband can be explained by which of the principle? Question clearly. Layla saw her husband standing in front of movie theater. Okay. Later, she accused him of going for movie without her. The assumption Layla made about her husband can be explained by which of the principles? അറിയാലോ, നമ്മൾ ഇതൊക്കെ റിലേറ്റബിൾ ആണല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കി ഏതൊക്കെയാണ് ഗസ്റ്റാൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ആണല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ, പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പോസിഷൻ. ഏതാണ് വരിക? ഏത് പ്രിൻസിപ്പിളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളതാണ് പറയേണ്ടത് അല്ലേ. സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് കണ്ടു, പക്ഷേ അതിനാണോ പോയത് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ നിന്നുകൊണ്ട് അതാണെന്ന് അങ്ങ് ഉറപ്പിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞു തന്നെയാണ് ഏതാണ് ആൻസർ വരിക. ഒരു ഡൗട്ടും വേണ്ട, ഏതാണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി. ഓക്കെ, കിട്ടിയല്ലോ, പ്രോക്സിമിറ്റി. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കണ്ടന്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് എ ടെസ്റ്റ് ആർ റിലേറ്റഡ് ടു ഡാഷ്. കണ്ടന്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് എ ടെസ്റ്റ് ആർ റിലേറ്റഡ് ടു റിലയബിലിറ്റി, ബ്ലൂ പ്രിൻറ്റ്, ഒബ്ജക്റ്റിവിറ്റി, കൺസിസ്റ്റൻസി. റിലയബിലിറ്റി, ബ്ലൂ പ്രിൻറ്റ്, ഒബ്ജക്റ്റിവിറ്റി, കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഏതാണ് ഒരു കണ്ടൻറ്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് എ ടെസ്റ്റ് ആർ റിലേറ്റഡ് ടു. അവിടെ ഓപ്ഷൻ നോക്കണം, നേരെ തിരിച്ചിട്ടുള്ളത് ABCD ഉൾട്ടയാണ്. അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് ഏതാണ്? ബ്ലൂ പ്രിൻ്റ് ആണല്ലേ. ബ്ലൂ പ്രിൻറ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബ്ലൂ പ്രിൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, ബബ്ലു വാസ് ഫ്രൈറ്റൻഡ് ബൈ എ ഡോഗ് വെൻ ഹി ഓപ്പൺഡ് നെയ്ബേഴ്സ് ഗേറ്റ്. Later, he is afraid to open any gate. Bablu's fear of gate is dash. അല്ലേ, ബബ്ലു എന്നാണ് ഒരു അയൽവക്ക അല്ലേ, അടുത്ത വീട്ടിലെ ഒരു ഗേറ്റ് തുറന്നപ്പോൾ ഒരു ഡോഗിനെ കണ്ടു അല്ലേ, പേടിച്ചു പോയി. ഓക്കെ, ക്ലിയർലേ. അപ്പോൾ എന്താണ് ശേഷം അവൻ എന്ത് ചെയ്യുന്നത്? അതിനുശേഷം ഏത് ഗേറ്റ് തുറക്കുമ്പോൾ അവന് പേടിയാണ്. അപ്പോൾ ഇതെന്താണ് ഇവൻ്റെ ഒരു പേടിക്ക് കാരണമെന്നാണ് പറയുന്നത് അല്ലേ. ഓപ്ഷൻ നോക്കിയേ, നാച്ചുറൽ റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ന്യൂട്രൽ റെസ്പോൺസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്. ഏതാണ് വരിക? ആദ്യം നോക്കുക, ഏതാ? ബബ്ലു വാസ് ഫ്രൈറ്റൻഡ് ബൈ എ ഡോഗ് വെൻ ഹി ഓപ്പൺഡ് നെയ്ബേഴ്സ് ഗേറ്റ്. ഓക്കെ, ഗേറ്റ് തുറന്നപ്പോൾ ഒരു ഡോഗിനെ അവിടെ പട്ടിയെ കണ്ടു, അവൻ പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് പേടിച്ചു. പിന്നെ ഏത് ഗേറ്റ് കാണുമ്പോഴും അവർ പേടി അവനുണ്ട്. അവിടെ പട്ടി ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, ഗേറ്റ് കാണുമ്പോഴൊക്കെ പേടിയാണ്, തുറക്കാൻ പേടിയായി. എന്ന് വെച്ചാൽ എന്താണ്, ആദ്യത്തെ ആ ഒരു ഭയം അവൻ്റെ കണ്ടീഷനായി അല്ലേ, കണ്ടീഷൻഡായി. അതായത് പിന്നെ ഏത് ഗേറ്റ് തുറക്കുമ്പോൾ അവർ പേടി വരുന്നത് വെച്ചാൽ എന്താണ്, ഓൾറെഡി അവിടെ കണ്ടീഷൻ നടന്നു എന്നുള്ളതാണ്. കണ്ടീഷനിങ്ങിന് ശേഷമാണ് ആൻസർ. കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് കേട്ടോ. കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, Teachers' dominance over students is acceptable in. Teachers' dominance over students is acceptable in. Options, creating and giving clear expectations and consequences for student behavior. Next, the kind of activity each student should engage in for learning a concept. Third option, the types of responses and feedback expected from the students about a session. And option D, the amount of time and effort required by each student for കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഇവിടെ ടീച്ചേഴ്സ് ഡോമിനൻസ് ഓവർ സ്റ്റുഡൻസ് ഈസ് ആക്സെപ്റ്റബിൾ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ആൻസർ. ടീച്ചേഴ്സ് ഡോമിനൻസ് ഓവർ സ്റ്റുഡൻസ് ഈസ് ആക്സെപ്റ്റബിൾ ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് ഗിവിംഗ് ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് കോൺസിക്വൻസസ് ഫോർ സ്റ്റുഡൻറ്റ് ബിഹേവിയർ. റെഡി? നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകും. എ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡാഷ് ദ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, ബയാസ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഡാഷ് ഹൗ ദീസ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ആൻഡ് ലേണിംഗ്. ഒന്നുമില്ല, രണ്ട് സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കുക, ഓരോ ഓപ്ഷനിലും 2 വീതമുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ച് ഇവിടെ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. എ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡാഷ് ദ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, ബയാസ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഡാഷ് ഹൗ ദീസ് ഇൻഫ്ലുവൻസസ് ദർ ബിഹേവിയർ ആൻഡ് ലേണിംഗ് എന്നാണ് പറഞ്ഞത് അല്ലേ. ആൻസർ വരുന്നത് ഇവിടെ ഒന്നും സംശയമൊന്നും വേണ്ട എന്നാണ് വരിക. എ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു റെക്കഗ്നൈസ് എന്നാണ് വരിക. റെക്കഗ്നൈസ് ദി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, ബയാസ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് കൺസിഡർ ഹൗ ദീസ് ഇൻഫ്ലുവൻസ് ദെയർ
ബിഹേവിയർ ആൻഡ് ലേണിംഗ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കേട്ടോ. റെക്കഗ്നൈസ് ആൻഡ് കൺസിഡർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത നമ്മൾ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജൻ knows his wife's phone number, but he cannot recall the number he searched and dialed from the telephone directory. These two explains what? Option നോക്കിയ ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറി ആൻഡ് ഫ്ലാഷ് മെമ്മറി, ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലാഷ് മെമ്മറി ആൻഡ് പ്രൊസീജിയറൽ മെമ്മറി. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ആൻസറിലേക്ക് എത്തണം. എന്താണ്? രാജൻ നോസ് ഹിസ് വൈഫ്സ് ഫോൺ നമ്പർ. ഓക്കെ, ഭാര്യയുടെ ഫോൺ നമ്പർ രാജന് ഓൾറെഡി അറിയാം, ബൈ ഹാർട്ടാണ്. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ടെലിഫോൺ ഡയറക്ടറിയിലൂടെ ഡയൽ ചെയ്ത് ആ നമ്പർ പെട്ടെന്ന് ഓർമ്മയിലേക്ക് നിന്നില്ല അല്ലേ, അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ കനോട്ട് റീകോൾ എന്നാണ് പറയുന്നത്, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള മെമ്മറിയാണ് ഇവിടെ പറയുന്നത്. അത് രണ്ടും ഏത് തരത്തിലാണെന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ വരിക? ഒരു സംശയം വേണ്ട. ആൻസർ എന്താണ്? ഒന്ന്, വൈഫിൻ്റെ ഫോൺ നമ്പർ അറിയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാലം മുന്നേ സ്റ്റോർ ചെയ്ത് വെച്ചാണ്. അത് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും അല്ലേ. അതെന്ന് വെച്ചാൽ എന്താണ്? ലോങ് ടേം മെമ്മറിക്ക് എക്സാമ്പിളാണത്. എന്നാൽ ഒരു ചെറിയൊരു താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ടെലിഫോൺ ഡയറക്ടറി വെച്ചാൽ അറിയാലോ, കുറേ നമ്പറുള്ള ഒരു പുസ്തകം. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നമ്പർ നമ്മൾ നോക്കുന്നു, ഡയൽ ചെയ്യുന്നു, നമ്മൾ ആവശ്യം കഴിഞ്ഞ് അവിടെ വെച്ചു, പിന്നെ അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഇല്ല, ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. ആ ചെറിയൊരു ആവശ്യത്തിനാണ്. എന്ന് വെച്ചാൽ എന്താണ്, അവിടെ പോയി, താൽക്കാലികമാണ്. മീൻസ് ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ലോങ് ടൈം മെമ്മറി ആൻഡ് ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. ഓക്കെ, interacting with students and influencing them to achieve learning objectives is dash role of a teacher. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻറ്ററാക്ടിങ് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദം ടു അച്ചീവ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഈസ് ഡാഷ് റോൾ ഓഫ് എ ടീച്ചർ. ഏത് തരത്തിലുള്ള ടീച്ചറിൻ്റെ റോളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം അല്ലേ. കുട്ടികളായിട്ട് ഇടപഴകിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ അവരുടെ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവിലേക്ക് അവരെ എത്തിക്കുന്നു. ഓക്കെ, നമ്മൾ അവിടെ എത്തിക്കുന്നു, ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിക്കുന്നു. എന്ന് വെച്ചാൽ ടീച്ചറിൻ്റെ ഏത് തരത്തിലുള്ള റോളാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. മാനേജ്മെൻറ്റ് റോള്, പെർസ്യൂസീവ് റോള്, ലീഡർഷിപ്പ് റോൾ ആൻഡ് എക്സിക്യൂട്ടീവ് റോള്. ഓക്കെ, ഏതാണ് വരിക? ഡൗട്ട് വേണ്ട, ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ലീഡർഷിപ്പ് റോൾ എന്നാണ് എല്ലാമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ലീഡർഷിപ്പാണ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് പെയർ? തെറ്റായ ജോഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് പെയർ എന്നാണ് ചോദിച്ചത്. ഇൻകറക്റ്റ് ആണ്, തെറ്റായതാണ്. നോക്കാം, ഓപ്ഷൻ കൃത്യമായിട്ട് നോക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോയാലൊരു ചാൻസ് ഉണ്ട്. കാരണം അത് ആദ്യം തന്നെ വായിക്കുമ്പോൾ ചിലപ്പോൾ ശരിയായി തോന്നി അങ്ങനെ തന്നെ പോയി നമ്മൾ ബബിൾ ചെയ്യും. ഓക്കെ, കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡനർ, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ, തിയറി ഓഫ് മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഒസവൽ, ആൻഡ് ഓപ്ഷൻ ഡി തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ്. ഏതാണ് വരിക? ഏതാണ് തെറ്റ്? നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് സംശയമൊന്നും വേണ്ട, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കിട്ടിയില്ലേ? ഏതാണ്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അറിയാലോ, ഗാർഡനറാണ്, നമ്മൾ പഠിച്ചതിൽ ആണ്. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണിക അനുബന്ധനം, ആരാണ്? പാവ്ലോ. തിയറി ഓഫ് മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഒസബൽ അല്ലേ? ആണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഒസബലാണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ തെറ്റായത് ഏതാണ്? തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ് അല്ല. ഓക്കെ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കോൾബർഗ് അല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, കിട്ടിയല്ലോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി, എറിക്സണുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണത്. നെക്സ്റ്റ്, ഇൻ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഓർ ആർ എസെൻഷ്യൽ? ഒന്നിലധികം ഉണ്ടെങ്കിൽ ആർ എന്ന് വരും. ഓക്കെ, നോക്കാം. ഇൻ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ ഓർ ഈസ് എസെൻഷ്യൽ? ഓപ്ഷൻസ്: എൻട്രി ബിഹേവിയർ, terminal behavior, both entry and terminal behavior, and option D, none of these. ഏതാണ് വരിക? In developing objectives, which of the following is or are essential? റെഡി? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ബോത്ത് എൻട്രി ആൻഡ് ടെർമിനൽ ബിഹേവിയർ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ബോത്ത് എൻട്രി ആൻഡ് ടെർമിനൽ ബിഹേവിയർ. റെഡി? അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, പിന്നെ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ. ഓക്കെ, ബോത്ത് എൻട്രി ആൻഡ് ടെർമിനൽ ബിഹേവിയർ ആർ എസെൻഷ്യൽ ഫോർ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മിനിറ്റ്. ഓക്കെ, words that are actually written with their real meaning is called dash. Words that are actually written, okay, actually written with their real meaning. Okay, real meaning is called options: transformational structure, deep structure, social structure, and option D, surface structure. ഏതാണ് വരിക? Words that are actually written with their real meaning. Real meaning is called what? Options:
എ ബി സി ഡി ഏതാണ് കറക്റ്റ് ആൻസർ വരിക? കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ലാസ്റ്റാണ് സർഫസ് സ്ട്രക്ചർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. വേർഡ്സ് ദാറ്റ് ആർ ആക്ച്വലി റിട്ടൺ വിത്ത് ദെയർ റിയൽ മീനിങ് ഈസ് കോൾഡ് സർഫസ് സ്ട്രക്ചർ. ഓക്കെ, സർഫസ് സ്ട്രക്ചർ ഇസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാറ്റഗറി 3 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വന്നിട്ടുള്ളതൊക്കെ. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ മറിച്ച് നോക്കാനും കൂടെ എക്സ്ട്രാ പഠിക്കാനും കൂടെ സമയം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. അല്ലാതെ വെറുതെ വായിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ മനസ്സിരുത്തി വായിക്കുക, ഓപ്ഷൻ കൃത്യമായിട്ട് വായിക്കുക, മനസ്സിലേക്ക് എത്താൻ ഷുവറായിട്ടും പറ്റും. ഓക്കെ, അടുത്ത ദിവസം കാണാം.